നമസ്കാരം, നിങ്ങൾക്ക് എല്ലാവർക്കും 1 സെക്കൻഡ് വീഡിയോയുടെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മളൊക്കെ സ്റ്റോക്കിലും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ട്രേഡിംഗ് പഠിക്കുന്നതിനും ഒക്കെ നമുക്കൊരു ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട് വേണം. അപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് ഒരുപാട് പേര് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് ഗ്രോയുടെ ആണെങ്കിലും സെറോദയുടെ ആണെങ്കിലും അപ്സ്റ്റോക്സിൻ്റെ ആണെങ്കിലും ഏഞ്ചൽ വൺ, ഫയേഴ്സ്, 5 പൈസ, മോട്ടിലാൽ ഓസ്വാൾ, അങ്ങനെ പല കമ്പനികൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അപ്പോൾ നമുക്ക് ഒരു തുടക്കക്കാരനാണെങ്കിലും അതല്ല സ്റ്റോക്കിലാണെങ്കിലും മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലും നമുക്ക് അനുയോജ്യമായ ട്രേഡിംഗ് അക്കൗണ്ട് ഏതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മളൊരു കമ്പാരിസൺ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും മികച്ച പെർഫോമൻസോട് കൂടി മുമ്പോട്ട് പോകുന്ന നല്ല ഒരു പോപ്പുലർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ കമ്പാരിസ് ചെയ്യുന്നത്. ഒന്നാമതാണ് ഗ്രോ, സെറോദ, അപ്സ്റ്റോക്സ്, ഏഞ്ചൽ വൺ. ഇങ്ങനെ 4 കമ്പനികളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പം ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു ഗ്രോ, സെറോദ, അപ്സ്റ്റോക്സ് ഇത് 3ഉം ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് ആണ്. ബട്ട് ഏഞ്ചൽ വൺ ഫുൾ സർവീസ് ബ്രോക്കർ ആണ്. എന്താണ് ഡിസ്കൗണ്ട് ബ്രോക്കർ എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഡിസ്കൗണ്ട് ബ്രോക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബ്രോക്കറേജും കാര്യങ്ങളും എല്ലാം വളരെ കുറവായിരിക്കും കമ്പാരിറ്റീവ്ലി ഫുൾ സർവീസ് ബ്രോക്കേഴ്സിനെ. അവർ ഈ ഫുൾ സർവീസ് ബ്രോക്കർ കുറച്ച് എക്സ്ട്രാ ഫെസിലിറ്റി തരുന്നുണ്ട്. അപ്പം എല്ലായിടത്തും മൈന്യൂട്ട് ആയിട്ടുള്ള ചില ഫീസസ് കൂടുതലായിട്ട് നമുക്ക് ഈടാക്കുന്നുമുണ്ട് ഏഞ്ചൽ വൺ. അതുകൊണ്ടാണ് ഏഞ്ചൽ വൺ ഫുൾ സർവീസ് ബ്രോക്കർ ആയിട്ടിരിക്കുന്നത്, ബാക്കിയുള്ള എല്ലാ ബ്രോക്കേഴ്സും ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് ആയിട്ടിരിക്കുന്നത്. അപ്പം ചെറിയൊരു എക്സ്ട്രാ ഫീസ് കൊടുത്ത് അവർ ഫുൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ അതും ഒരു നല്ല കാര്യമാണ്. അപ്പോൾ എന്താണ് ഫുൾ സർവീസ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഡിസ്കസ് ചെയ്യും. കാര്യങ്ങൾ മനസ്സിലാക്കുക. ഈ ബാക്കി ഗ്രോ, സെറോദ, അപ്സ്റ്റോക്സ് ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് ആണ്, ഏഞ്ചൽ വൺ ഫുൾ സർവീസ് ബ്രോക്കറാണ്. ഇനി നമുക്ക് ഇവർ സെഗ്മെൻറ്റുകൾ പറയുന്നുണ്ട്. ഇക്വിറ്റി, ഫ്യൂച്ചർ, ഓപ്ഷൻ, US സ്റ്റോക്സ്, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി, അതുപോലെ തന്നെ IPO, മ്യൂച്വൽ ഫണ്ട്, ETF, ബോണ്ട്. ഇത് എല്ലാ 4 ബ്രോക്കേഴ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഈ കാര്യങ്ങളെല്ലാം ആക്സസ് ചെയ്യാൻ പറ്റും. ഗ്രോയിൽ കമ്മ്യൂണിറ്റി ഇല്ല എങ്കിലും ബാക്കി അത്യാവശ്യം എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ് എല്ലാ ബ്രോക്കേഴ്സിലും. അതുകൊണ്ട് നമുക്ക് സ്റ്റോക്കിലോ മ്യൂച്വൽ ഫണ്ടിലോ ഗോൾഡിലോ അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാനോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മളൊരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. ഏത് അക്കൗണ്ട് തുറന്നു കഴിഞ്ഞാലും നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇനി ഇവരുടെ എക്സ്പീരിയൻസ്, ഈ ഗ്രോ 2016 ഒക്കെ ആകുമ്പോഴാണ് ഏകദേശം ഇതിൻ്റെ ഇത് സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ തന്നെ സെറോദ 2010, ഇത് 2009, 2012, ഏഞ്ചൽ വൺ 1996. അപ്പം എല്ലാ ബ്രോക്കേഴ്സിനും ഒരു 10 വർഷത്തെ മിനിമം ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. കുറച്ച് എക്സ്പീരിയൻസ് കുറവ് ഗ്രോയ്ക്കാണ്, ലേറ്റസ്റ്റ് ആയിട്ട് വന്നതാണ്. പക്ഷേ ഗ്രോയുടെ ആക്റ്റീവ് ലൈൻസ് നോക്കുകയാണെങ്കിൽ നല്ലൊരു ആക്റ്റീവ് ലൈൻസ് അവർ ചെറിയൊരു ടൈം പീരീഡിൽ തന്നെ ആക്റ്റീവ് ലൈൻസ് കൊണ്ടുവരാൻ സാധിച്ചു. 50 lakh പ്ലസ് ആണ്. സെറോദയുടെ 66 lakh പ്ലസ് ആണ്. അതായത് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ആക്റ്റീവ് ലൈൻസ് സെറോദയ്ക്കാണ്. പിന്നെ അപ്സ്റ്റോക്സിലും 41 lakh, ഏഞ്ചൽ വണ്ണിൽ 42 lakh. അതായത് നമ്മൾ കമ്പാരിറ്റീവ്ലി കാണുവാണെങ്കിൽ ആക്റ്റീവ് ലൈൻസിൽ ഇവിടെ 4 ബ്രോക്കേഴ്സിൽ ഒരു കുറവുമില്ല. പക്ഷേ സെറോദ കുറച്ച് മുമ്പിലാണ്. നമ്പർ 1 ആക്റ്റീവ് ലൈൻസോട് കൂടി പോകുന്നത് കൊണ്ട് തന്നെ സെറോദയ്ക്ക് ചെറിയൊരു പ്രയോറിറ്റി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതാണ്. ഓക്കെ, ഒരിക്കലും മോശം എന്നല്ല പറയുന്നത് ബാക്കിയുള്ളത്, പക്ഷേ കുറച്ചൊരു പ്രയോറിറ്റി സെറോദയ്ക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഗ്രോയിലാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഗ്രോയുടെ ആപ്ലിക്കേഷൻ വഴി തന്നെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താം. സെറോദയിലാണെങ്കിൽ നമ്മൾ സെറോദയുടെ കൈറ്റ് ആപ്ലിക്കേഷന് അല്ലാതെ കൈറ്റ് ആപ്ലിക്കേഷനിൽ നമ്മൾ സ്റ്റോക്കും ട്രേഡിങ്ങും എല്ലാ കാര്യങ്ങളും ചെയ്യും. പക്ഷേ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ കോയിൻ ബൈ സെറോദ എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നത്. അതൊന്നും നമ്മളൊരു ബാധിക്കുന്ന കാര്യമല്ല. നമ്മൾ ഡയറക്റ്റ് നമ്മുടെ ഒരു സിംഗിൾ ആപ്ലിക്കേഷനിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ടും കുഴപ്പമില്ല. അതല്ല മറ്റൊരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിലും അതൊരു വിഷയമുള്ള കേസല്ല. അതുപോലെ തന്നെ അപ്സ്റ്റോക്സിൽ ഡയറക്റ്റ് ആണ്. അപ്സ്റ്റോക്സിൻ്റെ ആപ്ലിക്കേഷൻ ഒരു സിംഗിൾ ആപ്ലിക്കേഷനാണ്, അതിൻ്റെ അകത്താണ് സ്റ്റോക്കും മ്യൂച്വൽ ഫണ്ടും എല്ലാം. ബട്ട് ഏഞ്ചൽ വണ്ണിൽ ഏഞ്ചൽ ബി എന്ന് പറഞ്ഞൊരു എക്സ്ട്രാ ആപ്ലിക്കേഷൻ ഉണ്ട് മ്യൂച്വൽ ഫണ്ടിന് വേണ്ടി. അപ്പം ഇത് ആരെയും ബാധിക്കുന്ന കാര്യമല്ല. നമുക്ക് ഒരു ആപ്ലിക്കേഷൻ, സിംഗിൾ ആപ്ലിക്കേഷൻ ആണെങ്കിലും 2 ആപ്ലിക്കേഷൻ ആണെങ്കിലും ഈ കാര്യങ്ങൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും എല്ലാ ആപ്ലിക്കേഷൻസിലും. ഇനി ഇതിൻ്റെ അകത്ത് ഓർഡേഴ്സ്, ഡെലിവറി, ഇൻട്രാഡേ, സ്റ്റോപ്പ് ലോസ്, CO, BO, AMO, GTT, ഏകദേശം എല്ലാ ഓർഡേഴ്സും നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഓർഡേഴ്സും എല്ലാ ബ്രോക്കറും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും നമ്മൾ അധികം ഇതിൻ്റെ അകത്ത് വറീഡ് ആകേണ്ട കാര്യമില്ല. ഇനി ഫ്രീ ട്രേഡിംഗ് കോൾസ്, ഇവിടെ ഗ്രോ, സെറോദ, അപ്സ്റ്റോക്സ് ഈ 3 ബ്രോക്കേഴ്സും ഫ്രീ ട്രേഡിംഗ് കോൾസ് തരുന്നില്ല. നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു ഈ 3 ബ്രോക്കേഴ്സും ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് ആണെന്ന്. ബട്ട് ഏഞ്ചൽ വൺ
ഒരു ഫുൾ സർവീസ് ബ്രോക്കറാണ്. അതുകൊണ്ട് ഇവർ ഫ്രീ ട്രേഡിംഗ് കോൾസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ കുറച്ച് അവരുടെ കയ്യിൽ നിന്ന് ചില കോൾസ് ഒക്കെ വരുന്നുണ്ട്. അപ്പം അവർ ചില സ്റ്റോക്കിനെ കുറിച്ചും ഒക്കെ ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യാതെ ഇൻട്രാഡേയിലാണെങ്കിലും സ്വിംഗ് ട്രേഡിങ്ങിലാണെങ്കിലും ഇതൊരു ബൈ ചെയ്യാൻ നല്ലൊരു സ്റ്റോക്കാണ് എന്ന് ജസ്റ്റ് ഇങ്ങനെ അവരൊരു നോട്ടിഫിക്കേഷനൊക്കെ ആയിട്ട് തരുന്നതായിരിക്കും. അതാണ് ഏഞ്ചൽ വൺ ഒരു എക്സ്ട്രാ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റിസർച്ച് റിപ്പോർട്ട്, ഇത് സെറോദ, ഗ്രോ, അപ്സ്റ്റോക്സ് ഇവർ 3 പേരും തരുന്നില്ല. ബട്ട് ഇവർ നമ്മുടെ ഏഞ്ചൽ വൺ അവർ റിസർച്ച് റിപ്പോർട്ട് ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇവരുടെ ഫുൾ സർവീസസ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മെയിൻ ആയിട്ടുള്ള അവരുടെ സർവീസ്, എക്സ്ട്രാ സർവീസാണ് യൂസറിന് വേണ്ടി. അപ്പോൾ അത് ഏഞ്ചൽ വണ്ണിനെ സംബന്ധിച്ച് കുറച്ചൊരു നല്ലൊരു പോയിന്റാണ്. ഇനി നമ്മൾ താഴോട്ട് വരുവാണെങ്കിൽ മാർജിൻ ഫണ്ടിങ്, നമ്മുടെ സെറോദയിലും ഗ്രോയിലും മാർജിൻ ഫണ്ടിങ് ഇല്ല. ബട്ട് അപ്സ്റ്റോക്സ്, ഏഞ്ചൽ വൺ രണ്ടുപേരും മാർജിൻ ഫണ്ടിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്താണ് മാർജിൻ ഫണ്ടിങ്? മാർജിൻ ഫണ്ടിങ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള എമൗണ്ടിന് പുറമേ കുറച്ച് എമൗണ്ട് നമുക്ക് വേണമെങ്കിൽ കടമായിട്ട് എടുത്തിട്ടാണെങ്കിൽ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ അത് ബിഗിനേഴ്സിനെ സംബന്ധിച്ച് മാർജിൻ ഫണ്ടിങ്ങിൻ്റെ ആവശ്യമില്ല. നല്ല രീതിയിൽ പഠനങ്ങളൊക്കെ നടത്തി നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നവരാണെങ്കിൽ ആ മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി ഉപയോഗിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇവിടെയാണ് നമുക്ക് അപ്സ്റ്റോക്സും ഏഞ്ചൽ വണ്ണും പിന്നീട് വീണ്ടും ഒരു പോസിറ്റിവിറ്റി കാണിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ മുമ്പോട്ട് പോകുമ്പം അക്കൗണ്ട് ഓപ്പണിംഗ് ഫീസ്, അതായത് നമ്മൾ അക്കൗണ്ട് ഓപ്പണിംഗ് ഫീസിൽ അധികം വറി ആകേണ്ട കാര്യമില്ല. സ്റ്റാർട്ടിങ്ങിൽ ഒരു അക്കൗണ്ട് ഓപ്പണിംഗ് ഫീസ് ഗ്രോയിൽ ഫ്രീ ആണ്, സെറോദയിൽ 200 രൂപയാണ് മിനിമം. അതുപോലെ തന്നെ ഈ അപ്സ്റ്റോക്സിൽ ഓഫർ മാറിക്കൊണ്ടിരിക്കും, 49, 99, 199, 249 ഓരോ ടൈമിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഏഞ്ചൽ വണ്ണ് അക്കൗണ്ട് ഓപ്പണിംഗ് ഫ്രീ ആണ്. ഇത് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ബട്ട് നമ്മൾ ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ അക്കൗണ്ട് ഓപ്പണിംഗ് ഫീസ്, ഒരു നല്ല ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ആക്കുമ്പോൾ ഈ ചെറിയ കൊടുക്കുന്ന ഫീസ് ഒരു വലിയ കാര്യമല്ല. ഇനി ഗ്രോയിൽ AMC ഫ്രീ ആണ്, നല്ലൊരു കാര്യമാണ്. AMC സെറോദയിൽ 300 രൂപ പ്ലസ് GST, അപ്സ്റ്റോക്സിൽ 150 രൂപ പ്ലസ് GST, ഏഞ്ചൽ വണ്ണിൽ 250 രൂപ പ്ലസ് GST. സെക്കൻഡ് ഇയർ തൊട്ട് ഫസ്റ്റ് ഇയർ ഫ്രീ ആണ് ഏഞ്ചൽ വണ്ണിൽ. ഇതും കുഴപ്പമില്ല. AMC നമ്മൾ വർഷത്തിലൊക്കെ ഒരു 300 രൂപയ്ക്ക് അടച്ചു കഴിഞ്ഞാൽ മാക്സിമം 300 രൂപയ്ക്കാണ് വരുന്നത്. അപ്പം വളരെ കൂടുതലല്ല. ഇനി നമ്മൾ വരുന്നത് ഇക്വിറ്റി ഡെലിവറി ചാർജസ്. ഇത് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഇക്വിറ്റി ഡെലിവറി ചാർജസ് ഇവരെ സംബന്ധിച്ച് 20 രൂപ, ഗ്രോ 20 രൂപ അല്ലെങ്കിൽ 0.05%. നമ്മുടെ സെറോദ ഇക്വിറ്റി ഡെലിവറി ചാർജ് 0 ആണ് ഈടാക്കുന്നത്, ഏഞ്ചൽ വണ്ണും 0 ആണ് ഈടാക്കുന്നത്. ഇവിടെ അപ്സ്റ്റോക്സ് 2.5% അല്ലെങ്കിൽ 20 രൂപ. ഇതെന്താണ് ഇക്വിറ്റി ഡെലിവറി ചാർജ് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മളൊരു സ്റ്റോക്ക് ഇന്ന് വാങ്ങിയതിന് ശേഷം നമ്മൾ നാളത്തേക്ക് ഹോൾഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ കുറേ നാളുകളിലേക്ക് ഹോൾഡ് ചെയ്യുന്നു. അതായത് ഇന്നത്തെ ദിവസത്തിന് ശേഷം ഹോൾഡ് ചെയ്യുന്നു. അപ്പം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ബൈ ചെയ്യുന്ന സ്റ്റോക്കിൻ്റെ എമൗണ്ടിൻ്റെ ഇത്ര പെർസെൻറ്റേജ് അവർ ഒരു ബ്രോക്കറേജ് ആയിട്ട് കട്ടാക്കും. അപ്പം ഇക്വിറ്റി ഡെലിവറി ചാർജ് ബ്രോക്കറേജ് സെറോദ ഒട്ടും ഈടാക്കുന്നില്ല, ഏഞ്ചൽ വണ്ണും ഒട്ടും ഈടാക്കുന്നില്ല. ഇത് ഡെലിവറി എടുക്കുന്നവർ, സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഒരു നല്ലൊരു ഫ്യൂച്ചറാണ്. ബട്ട് അപ്സ്റ്റോക്സ്, ഗ്രോ ചെറിയൊരു എമൗണ്ട് ഇവർ ബ്രോക്കറേജ് ആയിട്ട് എടുക്കുന്നുണ്ട്. ഒരു കാര്യം എപ്പോഴും ഓർത്തിരിക്കുക, മാക്സിമം എത്ര എമൗണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും അവർ ഒരു ബൈ ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ഈടാക്കുന്ന മാക്സിമം എമൗണ്ട് 20 രൂപയാണ്. അതിൽ കൂടുതൽ ഒരിക്കലും ഒരു ബ്രോക്കറും ബ്രോക്കറേജ് കട്ടാക്കത്തില്ല. മാക്സിമം എമൗണ്ട് 20 രൂപയാണ്. അപ്പം ഇത് മനസ്സിലാക്കുക, ഇതെന്താണ് കാര്യം എന്ന്. അപ്പം ഇത് നമ്മുടെ സെറോദ 0, ഏഞ്ചൽ വൺ 0, ഇത് നല്ലൊരു കാര്യമാണ്. ഇനി നമ്മൾ മുമ്പോട്ട് പോയി കഴിയുമ്പോഴത്തേനും ഇക്വിറ്റി ഇൻട്രാഡേ, അതായത് രാവിലെ മേടിച്ചിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേനും സെല്ല് ചെയ്യുന്ന പരിപാടി, ഡെയിലി പരിപാടി. അപ്പം ഡെയിലിയിലുള്ള ട്രേഡിങ്ങിനാണ് ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇവർ ഗ്രോയ്ക്കകത്താണേലും സെറോദയ്ക്കകത്താണേലും അപ്സ്റ്റോക്സിൻ്റെ അകത്താണേലും എല്ലാം നല്ല ഒരു പ്രൈസിങ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബട്ട് ഏഞ്ചൽ വണ്ണിൽ ഇവിടെ 20 രൂപ അല്ലെങ്കിൽ 0.25%, ഇവിടെ 0.03% ഒക്കെയാണ് സെറോദയുടെ. അപ്പം ഇത് കമ്പാരിസ് ചെയ്യുമ്പോഴത്തേനും കുറച്ച് ഏഞ്ചൽ വണ്ണിൻ്റെ ബ്രോക്കറേജ് ഇച്ചിരി കൂടുതലുണ്ട്. ബട്ട് സെറോദയാണ് സബ്സെ ബെസ്റ്റ് ഇവിടെയും പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ഏഞ്ചൽ വണ്ണ് ബാക്കി കുറേ ഫെസിലിറ്റീസ് തരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ള ഒരു ഇൻട്രാഡേ ചെയ്യുന്നവരെ സംബന്ധിച്ച് ഈ 0.25% അല്ലെങ്കിൽ 20 രൂപ പെർ ഓർഡറിന് എടുക്കും. ബാക്കി ഈ ഒരു ചെറിയ ട്രേഡ്സ് ആണ് ചെയ്യുന്നതെങ്കിൽ അവരെ സംബന്ധിച്ച് ഈ ബ്രോക്കറേജ് അപ്സ്റ്റോക്സിലെയും സെറോദയിലെയും ഗ്രോയിലെയും കുറവാണ്. ഇനി F&O ഇൻട്രാഡേ ചാർജ്, F&Oയിൽ നമ്മൾ അധികം വറീഡ് ആകേണ്ട കാര്യമില്ല. F&Oയിൽ ഇൻട്രാഡേ ചാർജ് 20 രൂപയാണ് മിനിമം. F&O ട്രേഡ്സിന് മിനിമം 20 രൂപ, ബൈ ചെയ്യുന്നതിനും സെല്ല് ചെയ്യുന്നതിനും 20 രൂപ എടുക്കും, അതായത് ഓപ്ഷൻസ്. പിന്നെ DP ചാർജ് 13.5 പ്ലസ് GST, 18.5 20 പ്ലസ്
DP ചാർജ് നമ്മൾ സെല്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗ്രോയും സെറോദയാണ് നല്ല DP ചാർജ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓരോ സെല്ലിനും 13.5 ആണ് അവർ ഈടാക്കുന്നത്. ബട്ട് ഏഞ്ചൽ വൺ കുറച്ച് കൂടുതൽ എമൗണ്ട് 20+ GST അവർ ഈടാക്കുന്നുണ്ട്. അപ്പം ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് സെറോദ വീണ്ടും നല്ലൊരു മുമ്പിൽ തന്നെയാണ്. അതുപോലെ തന്നെ ഏഞ്ചൽ വൺ കുറച്ച് ഇവിടെ ഫെയർ കൂടുതലാണ്. അപ്പോൾ ബാക്കി ഓട്ടോ സ്ക്വയർ ഓഫ് ചാർജ് 50 രൂപ, 50 രൂപ, ഇവർ 20 രൂപ. അതായത് അതൊന്നും നമുക്ക് വലിയ മാറ്റർ ചെയ്യേണ്ട കാര്യങ്ങളല്ല. നമ്മൾ ട്രേഡ് രാവിലെ എടുത്തിട്ട് വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ എക്സിക്യൂട്ട് ആക്കില്ല, അവർ തന്നെയാണ് എക്സിക്യൂട്ട് ആക്കുന്നതെങ്കിൽ അതിന് ചെറിയൊരു ഫീസ് ഈടാക്കുന്നുണ്ട്. ട്രേഡ് ആൻഡ് കോൾ ആൻഡ് ട്രേഡ് 50, 50, 50. അപ്പോൾ അതും വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ വിളിച്ച് പറഞ്ഞ് അവരെ കൊണ്ട് ഓർഡർ പ്ലേസ് ചെയ്യിപ്പിക്കുന്നത്, അതും വലിയ മാറ്റർ ചെയ്യേണ്ട കാര്യമില്ല. ഈ ഒരു DP ചാർജിൽ ഇവിടെ സെറോദ ഗ്രോ ആണ് നമുക്ക് മുമ്പിൽ നിൽക്കുന്നത്. അപ്പം ഇനി ആപ്പ് റേറ്റിംഗിൽ 4.5 സ്റ്റാറുമായിട്ട് ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഗ്രോ ആണ്. അതിനുശേഷം അപ്സ്റ്റോക്സ് ആണ് 4.4 സ്റ്റാറുമായിട്ട്. അപ്പം ഇവർ രണ്ടുപേരും ഏറ്റവും മുമ്പിൽ നിൽക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോയിലും അപ്സ്റ്റോക്സിലും ഒരു സിംഗിൾ ആപ്ലിക്കേഷനിൽ അവർക്ക് സ്റ്റോക്കും മ്യൂച്വൽ ഫണ്ട് രണ്ടും എൻട്രീസ് എടുക്കാൻ സാധിക്കും. അതൊരു നല്ല കാര്യമാണ്. അല്ലെങ്കിൽ അത് ഒരിക്കലും മോശമാണെന്ന് പറയാൻ പറ്റത്തില്ല. സെറോദയുടെയും ഏഞ്ചൽ വണ്ണിൻ്റെയും സെപ്പറേറ്റ്, അതും നല്ലൊരു കാര്യമാണ്. നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു അക്കൗണ്ട് മ്യൂച്വൽ ഫണ്ടിന് വേണ്ടി, അതും ഒരു നല്ലൊരു ഡിസിപ്ലിനാണ്. ബട്ട് ഇതൊരു കാരണമാകാം അപ്സ്റ്റോക്സിൻ്റെയും ഗ്രോയുടെയും 4.5, 4.4 സ്റ്റാറിങ്ങിൻ്റെ. ഒപ്പം തന്നെ ഇവരുടെ യൂസർ ഇൻ്റർഫേസ് അത് വളരെ സിമ്പിളാണ്. യൂസർ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബിഗിനറിന് സ്റ്റോക്സിൽ എൻട്രി എടുക്കണമെങ്കിലും അല്ലെങ്കിൽ ഒരു ട്രേഡിങ് അല്ലെങ്കിൽ ചാർട്ട് പ്ലാറ്റ്ഫോംസ് ഓപ്പൺ ആക്കുമ്പോഴത്തേന് നല്ല ക്ലിയർ ആയിട്ടുള്ള ചാർട്ട്സ് ഗ്രോ, അപ്സ്റ്റോക്സ് ഇവർ അതായത് ബാക്കിയുള്ളതിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ചാർട്ട് കാര്യങ്ങൾ, ഫ്യൂച്ചേഴ്സ്, ഈ കാര്യങ്ങളൊക്കെ ഗ്രോയിലും അപ്സ്റ്റോക്സിലും കുറച്ചും കൂടെ കൂടുതലാണ് വിസിബിലിറ്റി. അപ്പം നമ്മളൊരു ട്രേഡ് ചെയ്യുന്നവരെ സംബന്ധിച്ച്, ആക്റ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്നവരെ സംബന്ധിച്ച് അത് അപ്സ്റ്റോക്സിൻ്റെ പ്ലാറ്റ്ഫോമൊക്കെ നല്ല പ്ലാറ്റ്ഫോമാണെന്ന് കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. വ്യക്തമായിട്ടുള്ള ചാർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചും കൂടെ വ്യക്തമായിട്ടുള്ള കുറേ ഡേറ്റയും കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് കിട്ടുന്നതാണ് അപ്സ്റ്റോക്സ് ഗ്രോയൊക്കെ. അപ്പം ഇതാണ് എനിക്ക് പറയാനുള്ളത്. സെറോദ, ഏഞ്ചൽ വൺ, അപ്സ്റ്റോക്സ്, ഗ്രോ, 4 ബ്രോക്കേഴ്സ്. അപ്പം ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ഈ 4 ബ്രോക്കേഴ്സിൻ്റെ അകത്ത് നമുക്ക് മോശം എന്ന് പറയാൻ ഒരു ബ്രോക്കേഴ്സും ഇല്ല. പക്ഷെ ചില കാര്യങ്ങൾ അത് നമ്മളെ സംബന്ധിച്ചൊന്ന് നമ്മൾ ഏത് തരം മെത്തേഡാണ് അഡോപ്റ്റ് ചെയ്യുന്നത്, സ്റ്റോക്കിലാണോ ഇൻവെസ്റ്റ് ചെയ്യാൻ, നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് സെപ്പറേറ്റ് ഒരു ആപ്ലിക്കേഷനിലാണോ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ ആഗ്രഹം, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇക്വിറ്റിയിൽ ഡെലിവറി എടുക്കുന്നവരാണോ, അപ്പോൾ ബ്രോക്കറേജ് എത്ര കൊടുക്കേണ്ടി വരും, അതല്ല ഇൻട്രാഡേയിൽ ആക്റ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്നവരാണോ, അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷമാണ് നമുക്ക് ശരിയായ ബ്രോക്കർ തിരഞ്ഞെടുക്കാൻ സാധിക്കത്തുള്ളൂ. നമുക്ക് എന്തെങ്കിലും ബ്രോക്കറിൻ്റെ ഭാഗത്തുനിന്ന് എക്സ്ട്രാ ആയിട്ട് അവരുടെ സർവീസ് ആവശ്യമുണ്ടോ, ആവശ്യമില്ലെങ്കിൽ നമുക്ക് ഏഞ്ചൽ വൺ നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. അതല്ല അവരുടെ സപ്പോർട്ടും കൂടെ വേണമെങ്കിൽ നമുക്ക് ഏഞ്ചൽ വൺ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൻ്റെ അകത്ത് ഞാൻ പേഴ്സണലി കുറച്ച് വെയിറ്റേജും കാര്യങ്ങളൊക്കെ കൂടുതൽ കൊടുക്കുന്നത് സെറോദയ്ക്കാണ്. അവർ ഇക്വിറ്റിയിലുള്ള ഡെലിവറി ചാർജസും ഇൻട്രാഡേയിലുള്ള ഡെലിവറി ചാർജസും DP ചാർജും ഈ കാര്യങ്ങളൊക്കെ കുറച്ച് മൈന്യൂട്ടായിട്ട് ഇച്ചിരി കുറവ് എനിക്ക് ഫീൽ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ സെറോദയിലാണ് ഞാൻ കുറച്ച് പ്രയോറിറ്റി കൂടുതൽ കൊടുക്കുന്നത്. ബാക്കിയുള്ള ഏഞ്ചൽ വണ്ണ് കുറേ നല്ല കാര്യങ്ങൾ, മാർജിൻ ഫണ്ടിങ്, അതുപോലെ തന്നെ അവർ കുറേ കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ അപ്സ്റ്റോക്സും ഗ്രോയും, അപ്സ്റ്റോക്സ് മാർജിൻ ഫണ്ടിങ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്സ്റ്റോക്സിൻ്റെ ഒരു മൈന്യൂട്ടായിട്ടുള്ളൊരു നെഗറ്റീവ് എനിക്ക് ഫീൽ ചെയ്തത് അവർ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 2.5% അല്ലെങ്കിൽ 20 rupees പെർ ഓർഡർ ബ്രോക്കറേജ്, ഇതിൻ്റെ അകത്ത് ഏതാണോ കുറവ് അത് ഈടാക്കുന്നുണ്ട്. ബട്ട് ഞാൻ ഒരിക്കലും അപ്സ്റ്റോക്സ് മോശമാണെന്ന് പറയില്ല. അതല്ല ഇൻട്രാഡേയിൽ ആക്റ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്നവരെ സംബന്ധിച്ച് അപ്സ്റ്റോക്സ് ഒരു നല്ല പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം സെറോദ, അപ്സ്റ്റോക്സ്, ഏഞ്ചൽ വൺ, ഗ്രോ. കുഴപ്പമില്ല, എല്ലാ ബ്രോക്കേഴ്സും നല്ലതാണ്. നിങ്ങളുടെ ഒരു അഭിപ്രായമാണ്. ഏറ്റവും അനുയോജ്യമായത് തന്നെ സെലക്ട് ചെയ്യാൻ നോക്കുക. ഞാൻ പേഴ്സണലി സെറോദ, അപ്സ്റ്റോക്സ് ഇത് രണ്ടും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഏഞ്ചൽ വണ്ണും ഗ്രോയും ഉപയോഗിക്കുന്നുണ്ട്, ബട്ട് കുറച്ചാണ് ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ നിങ്ങളുടെ താല്പര്യമാണ്, നിങ്ങൾക്ക് അനുയോജ്യമായി തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോക്കോ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള വീഡിയോ, നിങ്ങൾക്ക് എന്തെങ്കിലും അക്കൗണ്ട് ഓപ്പണിങ്ങിൻ്റെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഓരോ ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ടിലും അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള വീഡിയോ, അതുപോലെ തന്നെ ലിങ്ക് എല്ലാം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും. അവിടെ പോയി കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ.